കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കടലുണ്ടി പക്ഷിസങ്കേതം ഇനി പുതിയ ഭാവത്തിൽ. ടൂറിസം വകുപ്പ് 1 കോടി രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ സഞ്ചാരികളെ വരവേൽക്കാൻ കടലുണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ദേശാടന പക്ഷികളെ തേടിയും കടൽക്കാടിന്റെ സൗന്ദര്യം തേടിയും ആസ്വാദകർക്ക് ഇനി ഇവിടെ എത്താം. ദേശാടന കിളികളുടെ പറുദീസയായ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1 കോടി രൂപ മുതൽ മുടക്കി ഒരുക്കിയ പുതിയ സൗകര്യങ്ങൾ സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. കടലുണ്ടിപ്പുഴയുടെ മനോഹാരിതയും ദേശാടന കിളികളുടെ സാമീപ്യവും ആസ്വദിക്കാൻ പാകത്തിൽ മനോഹരമായ ഇരിപ്പിടങ്ങളാണ് ഇവിടെ പ്രധാനമായും സജ്ജീകരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നടത്തിയത്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ശാന്തമായ തോണിയാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പ്രകൃതിക്ക് കോട്ടം തട്ടാതെ നിർമ്മിച്ച നടപ്പാതകളും സന്ദർശകർക്ക് ദൃശ്യവിരുന്നൊരുക്കുന്ന ദേശാടന പക്ഷികളും കടലുണ്ടിയുടെ മാറ്റുകൂട്ടുന്നു. ദേശാടന പക്ഷികൾ പല രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്ക, യൂറേഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, പല രാജ്യങ്ങളിൽ നിന്നായിട്ട് 36 ഇനം വിദേശ പക്ഷികളും പിന്നെ 66 സ്വദേശ പക്ഷികളുമാണ് ഇവിടുത്തെ കാണപ്പെടുന്നുള്ളത്. പിന്നെ ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് ആകർഷിക്കുന്നത് പക്ഷികളെ കാണാനും അതുപോലെ തന്നെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര, ബോട്ടിങ് ഇവിടെ 31ഓളം ബോട്ടുകൾ ഇവിടെ നിലവിലുണ്ട് കമ്മ്യൂണിറ്റി റിസർവിന്റെ കീഴിൽ. മുൻപത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ഇടമായി കടലുണ്ടി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെയും റംസാൻ മാസത്തെ നോമ്പിന്റെയും തിരക്കുകൾ കാരണം ആളുകൾ ഇവിടേക്ക് എത്തുന്നത് അല്പം കുറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ സ്ഥിതിയിൽ കലണ്ടർ ലീവ് അല്ലെങ്കിൽ ശനി, 2ാം ശനി, ഞായറാഴ്ച കാരണം ഇഷ്ടംപോലെ ആളുകൾ വരുന്നു. അത് അല്ലാത്ത ദിവസങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ആളുകൾ കുറവായിരിക്കും, ഒഴിവ് ദിവസങ്ങളാണ്. പിന്നെ ഈ നോമ്പ് മാസം കുറവായിരിക്കും, പരീക്ഷകളല്ലേ. ഇപ്പോൾ പരീക്ഷ നോമ്പൊക്കെ നടന്നുണ്ട്, ഇപ്പം വളരെ കുറവാണ്. ഇത് കഴിഞ്ഞ് വെക്കേഷനാൽ തുടങ്ങി കഴിഞ്ഞ് ഏപ്രിൽ മുതൽ അങ്ങോട്ട് 2 മാസം വർക്ക് കൂടുതലുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം വിനോദസഞ്ചാരത്തിന് പുതിയ സാധ്യതകൾ കൂടി തുറന്നിടുകയാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. വികസന പ്രവർത്തനങ്ങൾ വന്നതോടെ വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.